ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പട്ടുപാവാട ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് തയ്ച്ച് നോക്കിയാലോ. ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് നന്നായി തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡും അത് തന്നെയാണ്. അത് ലാസ്റ്റ് ഞാനിത് എങ്ങനെയാണ് അയൺ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഞൊറി അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലീറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ ഈ ചെറിയൊരു പീസിൽ കാണിച്ചു തരാം. അതായത് ഞൊറിയുടെ ഏത് പ്ലീറ്റ്സിൻ്റെ വീതി അല്ലെങ്കിൽ വിഡ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്യണം. നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു 1 ഇഞ്ചിൻ്റെയാണ് ഇപ്പം ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ 1 ആണോ അല്ലെങ്കിൽ 2 ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്യണം. 1-ൻ്റെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ പ്ലീറ്റ്സിൻ്റെ 1 സെലക്ട് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള പ്ലീറ്റ്സിൻ്റെ ഇൻടേക്ക്, അതായത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകുന്ന പോർഷൻ അത് എത്രയാണെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അത് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ചെറിയ പ്ലീറ്റ്സിന് നല്ല ഭംഗിയായിട്ട് ഞൊറി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻടേക്കായിട്ട് എടുക്കുന്നത് നോർമലി എടുക്കുന്നത് ഒരു 4 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ അടുത്തത് 4 ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം, മാർക്ക് ചെയ്യുക ഇവിടെ. അതിനുശേഷം വീണ്ടും 1 എടുക്കണം. ഇങ്ങനെ ഫുൾ ക്ലോത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് പിൻ ചെയ്തെടുക്കണം. അതായത് ഇതിങ്ങനെ വരും. ഇതിപ്പോൾ 1-ൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 4-ൻ്റെ വരുന്നത് നമ്മളിങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 1 ഇവിടെയാണ്. പിന്നെ അടുത്ത 4 ഏതാണെന്ന് നമ്മൾ എടുക്കുക. അതിനുശേഷം ഈ 4 നമ്മൾ ഇങ്ങനെ അടുത്ത ഇൻടേക്ക്, അതായത് അകത്തേക്ക് നമ്മളിത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് പിൻ ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഫുൾ ക്ലോത്ത് നമ്മളുടെ ഇപ്പോൾ ഒരു 3.5 അല്ലെങ്കിൽ 4 മീറ്ററിൻ്റെ തുണിയാണുള്ളതെങ്കിൽ ഇത് ഫുൾ ക്ലോത്ത്സ് ഇതുപോലെ നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് ഫുൾ ക്ലോത്ത് എടുത്ത് വെക്കണം. ഞാനിതിപ്പോൾ പെട്ടെന്ന് കാണിക്കാനുള്ള ഒരു സൗകര്യത്തിന് ചെറിയൊരു പീസിൽ വെച്ചതാണ്. ഇനി ഇതിൻ്റെ വേസ്റ്റ് പാൻറ്റും കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കംപ്ലീറ്റ് തയ്ച്ച് നോക്കാം. ഈ തയ്ച്ചതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ചെറിയ പ്ലേറ്റ്സ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നമ്മളൊരു പിൻ ചെയ്തതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് വളരെ നന്നായി പ്രസ് ചെയ്ത് അയൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പ്രസ്സിങ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഡ്രസ്സിൻ്റെ ആ ഭംഗി ഉണ്ടാവുള്ളൂ. അത് വളരെ കമ്പൽസറിയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തേച്ച് വൃത്തിയാക്കി കഴിയുമ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരിക്കും.